നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ പറയാൻ പോകുന്ന കാര്യം എന്ന് വെച്ചാൽ, നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ആവശ്യമുള്ളൊരു കാര്യമാണ് ഉറക്കം. ഉറക്കം നമുക്ക് നന്നായി കിട്ടിയാലേ നമുക്ക് ശരീരത്തിന് നല്ല വിശ്രമം കിട്ടത്തുള്ളൂ. നമ്മൾ നന്നായി ഉറങ്ങി അതിരാവിലെ എഴുന്നേറ്റില്ലെങ്കിൽ നമുക്ക് ഒരുപാട് ക്ഷീണങ്ങൾ തോന്നും, നെഗറ്റീവ് തോന്നും, ഒന്നിനോട് ഒരു താല്പര്യവും ആ ഒരു ദിവസത്തിനോടൊന്നും ഒരു താല്പര്യവും കാണത്തില്ലായിരിക്കും. അങ്ങനെ അന്നത്തെ ഒരു ദിവസം വളരെ ബോറിംഗ് ആയിപ്പോകും, മടുപ്പായിപ്പോകും. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ആവശ്യമുള്ളത് ഉറക്കം തന്നെയാണ്. ഇത് ഞാൻ പറയുന്നത് എൻ്റെ അഭിപ്രായമാണ്, എനിക്ക് അനുഭവപ്പെടുന്ന എൻ്റെ അഭിപ്രായമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഇപ്പോൾ നമ്മൾ വ്യായാമം ചെയ്യണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിലും രാവിലെ എഴുന്നേൽക്കാൻ കഴിയുന്നില്ല. കാരണം നമ്മൾ രാത്രി ഒരുപാട് നേരം ഉറക്കമൊഴിച്ച് ഇപ്പോൾ മൊബൈലൊക്കെ യൂസ് ചെയ്യുകയും അല്ലാതെ മറ്റ് കാര്യങ്ങൾ എന്ന് വെച്ചാൽ ഇപ്പം നമ്മളിപ്പോൾ കമ്പ്യൂട്ടറൊക്കെ യൂസ് ചെയ്യുമ്പോഴൊക്കെ നമുക്ക് ഉറക്കം നഷ്ടമായിരിക്കും. കാരണം വർക്കിൻ്റെ ഇതും ഇപ്പം വീഡിയോ എഡിറ്റ് ചെയ്യുന്നവരാണെങ്കിൽ അവർ രാത്രി ഒരുപാട് നേരം നിന്നിട്ടാണ് അത് എഡിറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അവർക്ക് ഉറക്കം കുറവായിപ്പോൾ പിന്നീട് രാവിലെ അവരെ എഴുന്നേൽക്കുന്നത് വളരെ താമസിച്ചായിരിക്കും. അപ്പോൾ പിന്നെ ഭയങ്കര മടുപ്പും ക്ഷീണവും അലസതയൊക്കെയാണ്. പിന്നെ വ്യായാമം ചെയ്യാൻ തോന്നത്തില്ല. അപ്പം ഉറക്കം നമുക്ക് വളരെ അത്യാവശ്യമുള്ളൊരു കാര്യം തന്നെയാണ്. പിന്നെ ഈ നമുക്ക് വേണ്ട ഒരു ഇതാണ് ഒരു എന്താ പറയുക, ഒരു മനോനിയന്ത്രണം വേണം. ഞാനിപ്പം ഇനി ഞാൻ രാത്രി കിടക്കുമ്പോൾ മൊബൈൽ യൂസ് ചെയ്യത്തില്ല എന്നൊക്കെ ഉള്ളൊരു മനോനിയന്ത്രണം നമുക്ക് വളരെ അത്യാവശ്യമാണ്. അല്ലെങ്കിൽ പിന്നെ ചെയ്യാം, നാളെ തൊട്ട് ചെയ്യാം എന്ന് ചിന്തിക്കും നമ്മൾ. ഇത് എൻ്റേതായിട്ടുള്ള എൻ്റെ അഭിപ്രായമാണ് ഞാൻ പറയുന്നത്, എൻ്റെ അനുഭവമാണ്. അങ്ങനെ നാളെ പറയുന്ന എന്നാൽ പിന്നെ ചെയ്യാം എന്നൊക്കെ നമ്മൾ നീട്ടി കൊണ്ടുപോകും. അത് നമുക്കും ഒരുപാട് ദോഷം തന്നെയാണ്. അതുകൊണ്ട് നമുക്കൊരു നിയന്ത്രണം നമ്മൾ ശീലിക്കണം. പിന്നെ ഡിസിപ്ലിൻ, അച്ചടക്കവും നമുക്ക് ഭയങ്കര അത്യാവശ്യമാണ്. ഇത്ര സമയത്ത് എഴുന്നേൽക്കണം, ഇത്ര അരമണിക്കൂർ 1 മണിക്കൂർ ഇത്ര നേരം വർക്കൗട്ട് ചെയ്യണം, വ്യായാമം ചെയ്യണം, ഇത്ര നേരം ചെയ്യണം, ഒരു 10-10:30 ഭക്ഷണം കഴിച്ചു തീർക്കണം, അല്ല അതിനു മുമ്പേ കഴിച്ചു തീർക്കണം. അങ്ങനെയുള്ള ഡിസിപ്ലിനുകൾ എടുക്കണം. നമ്മളിപ്പം വ്യായാമം ചെയ്യുകയോ അല്ലെങ്കിൽ മറ്റ് വർക്കുകളൊക്കെ ചെയ്യുന്നതെന്ന് വെച്ചാൽ മറ്റൊരാളുടെ ഒരു മോട്ടിവേഷനിലായിരിക്കും നമ്മൾ ചെയ്യുന്നത്. അല്ലാതെ നമുക്ക് സ്വയമേ തോന്നിയിട്ട് നമ്മൾ ചെയ്യുന്നതല്ലായിരിക്കും, മറ്റൊരാളുടെ ഒരു മോട്ടിവേഷനിലായിരിക്കും നമ്മൾ ചെയ്യുന്നത്. പക്ഷെ അത് കാര്യമില്ല. മോട്ടിവേഷൻ കൊണ്ട് ചെയ്യുമ്പം അതൊരു 4-5 ദിവസം മാത്രം നമ്മൾ പാലിച്ചു പോകുന്നതുള്ളൂ. ഡിസിപ്ലിൻ ആകുമ്പോൾ നമ്മൾ എല്ലാ ദിവസവും കൃത്യമായിട്ട് ആ ഒരു ഇപ്പോൾ 6:30-7:30 ഉള്ളിൽ എഴുന്നേറ്റ് ബ്രഷൊക്കെ ചെയ്ത് ചായയൊക്കെ കുടിച്ച് പിന്നെ നമ്മൾ വർക്കൗട്ടൊക്കെ ചെയ്യുമ്പോൾ അത് എല്ലാ ദിവസവും തുടർന്നും അതേപോലെ തന്നെ ചെയ്യും. കാരണം അത് ഡിസിപ്ലിൻ്റെ ഇതാണ്. അതുപോലെ തന്നെ ഇത്രയും സമയം ഈ ഒരു സമയത്ത് എനിക്ക് വീഡിയോ ഷൂട്ട് ചെയ്യണം, അതെന്നെ എഡിറ്റ് ചെയ്യണം. അപ്പോൾ അങ്ങനെ ഒരു സമയം നമ്മൾ എടുക്കും. അങ്ങനെ ഒരു ഡിസിപ്ലിൻ നമ്മൾ ലൈഫിൽ എടുക്കണം. ഈ മോട്ടിവേഷൻ കുറച്ച് നാളേ ഉള്ളൂ, പക്ഷെ ഡിസിപ്ലിൻ നമുക്ക് കഴിയുന്നതുവരെ നമുക്ക് കൊണ്ട് നടക്കാൻ പറ്റിയിട്ടുള്ള സാധനമാണ് ഡിസിപ്ലിൻ. അപ്പം ഇതൊക്കെ ഉണ്ടെങ്കിലേ നമ്മുടെ ഒരു എന്താ പറയുക, ഒരു ദിവസം നല്ല രീതിയിൽ പോകത്തുള്ളൂ. അതുകൊണ്ട് ആദ്യം എനിക്ക് പറയാനുള്ളത്, നന്നായി ഉറങ്ങുക. ഉറക്കം ഒരിക്കലും ഇതാക്കി കളയരുത്, നിസാരമാക്കി കളയരുത്. ഇനി കുറച്ച് വൈകി ഉറങ്ങാം എന്നുള്ള ആ ധാരണയൊക്കെ മാറ്റി ഒരു 11-11:30 ഉറങ്ങാൻ നോക്കുക. എന്നാലേ നന്നായി നമ്മൾ ജോലി ചെയ്യുന്നതും ഒക്കെ ആ ക്ഷീണം നമുക്ക് മാറി പുതിയൊരു ദിവസം വളരെ ആരോഗ്യത്തോടെയും ഉന്മേഷത്തോടെയും നമുക്ക് എഴുന്നേൽക്കാനും ആ ഒരു ദിവസം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനും കഴിയത്തുള്ളൂ. അതുകൊണ്ട് ഉറക്കം നന്നായി ഉറങ്ങുക. പിന്നെ മെഡിറ്റേഷൻസ് എപ്പോഴും, ഈ പ്രാണായാമമൊക്കെ ഉണ്ടല്ലോ, അതെപ്പോഴും ചെയ്യുക. ഇപ്പോൾ ഈ നല്ല മരമൊക്കെ ഉണ്ടല്ലോ, പാർക്ക്, ഇവിടെയൊക്കെ ചെല്ലുമ്പം ഈ
പ്രാണായാമങ്ങളൊക്കെ ചെയ്യുക. നല്ല എയർ ആയിരിക്കും, പുറത്തുള്ള അന്തരീക്ഷത്തിലുള്ള വായുവൊക്കെ നല്ല ശുദ്ധമായിരിക്കും. കഴിയുമെങ്കിലും ഈ ആൽമരത്തിന് താഴെ നിന്നൊക്കെ ഈ പ്രാണായാമം മെഡിറ്റേഷനൊക്കെ ചെയ്യാം. ഇപ്പം അമ്പലത്തിലൊക്കെ കാണും, അത് ചെയ്യുക. നല്ലൊരു എന്താ പറയുക, അത് ചെയ്യുന്ന സമയത്ത് നമ്മളെ ഈ തലയ്ക്കകത്തൊരു പ്രത്യേക ഒരു സുഖമാണ് കിട്ടുന്നത്. ഞാൻ ചെയ്യുമായിരുന്നു, നേരത്തെയൊക്കെ ഞാൻ ഈ അമ്പലത്തിലേക്ക് പോകുമ്പോൾ ഞാൻ ചെയ്യുമായിരുന്നു. ഇപ്പം ഞാൻ പോകുന്നൊന്നുമില്ല. അപ്പോൾ ആ സമയത്തൊക്കെ പോകുമ്പോൾ ഞാൻ അവിടെ നിന്ന് മെഡിറ്റേഷൻ ചെയ്യും, നല്ല രസമായിരുന്നു. പിന്നെ എനിക്ക് ഈ കിഴക്ക് വടക്ക് അതൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു, അറിയാവുന്ന പോലെ ഞാൻ ചെയ്യും. അപ്പോൾ എപ്പോഴും നല്ല എന്താ പറയുക, സൗകര്യം കിട്ടുമ്പോൾ പ്രാണായാമങ്ങളൊക്കെ ചെയ്യാം. പിന്നെ വ്യായാമം ഒരു കാരണവശാലും ഒഴിവാക്കരുത്. അരമണിക്കൂറെങ്കിലും വ്യായാമം ചെയ്യാനായിട്ട് ശ്രമിക്കണം. വ്യായാമം ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തുള്ള നമുക്ക് അസുഖങ്ങളൊന്നും ഉണ്ടാകത്തില്ല. നമ്മുടെ ശരീരം എപ്പോഴും നല്ല ഫിറ്റായിരിക്കും. പിന്നെ നമ്മുടെ സൗന്ദര്യവും നമുക്ക് നന്നായിട്ട് നിലനിർത്തി കൊണ്ടുപോകാനും കഴിയും. പിന്നെ ഇന്നത്തെ കാലം എന്ന് പറഞ്ഞാൽ ഭക്ഷണത്തിൽ നിന്നാണ് ഒരുപാട് അസുഖങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഒരുപാട് രോഗികളും കൂടുന്നുണ്ട്. അപ്പം നമ്മൾ ഈ ഭക്ഷണം കഴിക്കുമ്പോൾ ഈ വ്യായാമവും കൂടെ നിർബന്ധമായിട്ട് ചെയ്യുക. പിന്നെ പറയാനായിട്ട് എന്താ പറയുക, ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പം ഭക്ഷണ കാര്യമൊക്കെ നിയന്ത്രിക്കണം. ഇപ്പം 3 നേരമൊക്കെ ഭക്ഷണം കഴിക്കുന്നത് അതൊക്കെ നിയന്ത്രിക്കണം. പിന്നെ ഉപ്പിൻ്റെ അളവ്, പഞ്ചസാരയുടെ അളവ്, എണ്ണ, ഇതൊക്കെ നമ്മൾ നിയന്ത്രിച്ച് വേണം കൊണ്ടുപോകാൻ. അപ്പോഴാണ് നമുക്ക് എന്താ പറയുക, രോഗമൊന്നുമില്ലാതെ വളരെ ഉന്മേഷത്തോടെ മുന്നോട്ട് സഞ്ചരിക്കാൻ കഴിയത്തുള്ളൂ. പിന്നെ കൂടുതലായിട്ടും ഒന്നും പറയാനില്ല. ഞാനിപ്പോൾ പറഞ്ഞത് ഇപ്പോൾ ഈ ഉറക്കത്തിൻ്റെയൊക്കെ കാര്യം പറഞ്ഞല്ലോ, എനിക്ക് തോന്നുന്നു ഈ കൃത്യമായിട്ട് രാത്രി ഉറങ്ങാത്തത് കൊണ്ട് എനിക്ക് നല്ല ഒരു ഉറക്കത്തിൻ്റെ ഒരു ക്ഷീണമുണ്ട്. അതെനിക്ക് അനുഭവപ്പെടുന്നുണ്ട്. എപ്പോഴും ഈ കോട്ടവായിടുന്നു, അതൊക്കെ ഉറക്കത്തിൻ്റെ ഒരു കുറവായിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പം ഞാനും പതിയെ ശീലിക്കുകയാണ്. ഞാനിപ്പോൾ മെഡിറ്റേഷനും യോഗയൊക്കെ ചെയ്യുമെങ്കിലും ഈ ഉറക്കത്തിൻ്റെ കാര്യത്തിലാണ് എനിക്ക് ചില സമയത്ത് നിയന്ത്രിക്കാൻ പറ്റുന്നത്. ചിലപ്പോൾ ഈ കിടക്കുന്ന സമയത്ത് പല ചിന്തകളുമായിരിക്കും. അങ്ങനെ ചിന്തിക്കരുത്. അപ്പോൾ അത് ഉറക്കത്തിൻ്റെ താളം തെറ്റിപ്പോവും. പിന്നെ മൊബൈൽ ഉപയോഗിക്കും. അപ്പം ഇത് രണ്ടും മാക്സിമം ഞാൻ നിയന്ത്രിക്കാനാണ് ശ്രമിക്കുന്നത്. പിന്നെ നമ്മുടെ മനസ്സുപോലെ ഇരിക്കും എല്ലാ കാര്യവും. അപ്പം അതും നിങ്ങളും നിയന്ത്രിക്കണം. നിങ്ങൾക്ക് അങ്ങനെ ഒരു ദുശീലമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളതും നിയന്ത്രിക്കണം. അപ്പോൾ ഞാൻ എൻ്റെ ഒരു അനുഭവമാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തത്. അപ്പോൾ ഒരിക്കലും ഉറങ്ങേണ്ട ആ സമയത്ത് ഉറക്കം ഒളിച്ചിരിക്കരുത്. ഉറങ്ങി നമ്മുടെ ശരീരത്തിൻ്റെ ക്ഷീണം കളയാം. പുതിയ ഒരു ദിവസം, നല്ലൊരു ദിവസമായിട്ട് നമുക്ക് വരവേൽക്കാം. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ ഈ പറഞ്ഞ എൻ്റെ ഒരു ചെറിയൊരു അനുഭവം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സപ്പോർട്ട് ചെയ്യുക. അപ്പം അടുത്തൊരു വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം കാണാം. അപ്പം ബായ്.